എനിക്ക് നാസ്ഡേലിനെ കുറിച്ചാണ് പറയാനുള്ളത്. പറഞ്ഞു പുള്ളി പുള്ളി ഭയങ്കര വലിയൊരു എന്താ പറയാ ഒരു മോദിയുടെ എന്താ ഭരണത്തിന് എന്താ പറയണ ഒറ്റയാൾ ഭരണത്തിന് ഡിക്റ്റേറ്റർഷിപ്പ് പോലെയാണ് പുള്ളിയുടെ ഓഫീസ് കൊണ്ടുവരുന്നത്. കാരണം എന്താ വെച്ചാല് പുള്ളി ഒരു രണ്ടു മാസം മുമ്പ് പുള്ളി ഒരു വീഡിയോ ഉണ്ട്. അതായത് പുള്ളി നോൺ വെജിറ്റേറിയൻ നിർത്തി, അതുകൊണ്ട് പുള്ളിയുടെ കൂടെയുള്ളവർ നിർത്തണം, ഓഫീസിൽ ചെയ്യാൻ പാടില്ല. ഇതിനെക്കുറിച്ച് നിന്റെ അഭിപ്രായം എന്താ? എനിക്ക് നേരെ തിരിച്ചാണ്. അവരുടെ റൈറ്റ്സിൽ കയറി ഇടപെടാൻ ഒരു അധികാരം അങ്ങേർക്കില്ല. ഈവൻ ദോ ഇറ്റ് ഈസ് ഹിസ് ഓഫീസ്. ഇങ്ങേര് വലിയൊരു ഭാവിയിൽ വലിയൊരു ഏതെങ്കിലും ഒരു കൺട്രി ഭരിക്കുകയാണെങ്കിൽ ഇങ്ങേരുടെ സ്വച്ഛാധിപത്യം അയാൾ അവിടെ കാണിക്കും എന്നുള്ളതിന്റെ വലിയൊരു ഉദാഹരണമാണ് പുള്ളിയുടെ ഓഫീസിൽ ഈ നോൺ വെജിറ്റേറിയൻ നിർത്തിച്ചത്. ബേസിക്കലി പുള്ളിന്റെ ഫേം എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് സെക്ടർ ഫേം ആണ്. അതായത് പുള്ളി ഓൺ ചെയ്യണതും അല്ലെങ്കിൽ ഡയറക്ടേഴ്സും സിഎ ഒക്കെ ഉള്ള ഒരു ഫേമാണ് പുള്ളിന്റെ. ആ ഒരു ഓഫീസിൽ എന്തൊക്കെ പ്രോട്ടോകോൾ വരുത്തിക്കണം എന്നുള്ള ടെക്നിക്കലി പുള്ളിക്ക് അവകാശമുണ്ട്. അപ്പൊ ആ പുള്ളി പറയണതാണ് എന്റെ ഇതില് ഇങ്ങനത്തെ ഉടുപ്പിട്ടിട്ടേ വരാൻ പറ്റുള്ളൂ എന്നുള്ളത് പറയാനുള്ള അവകാശം പുള്ളിക്കുണ്ട്. പക്ഷേ വരുവണോ വേണ്ടേ എന്നുള്ളത് അവിടെ എംപ്ലോയീസിന് തീരുമാനിക്കുന്ന കേസാണ്. അവരൊന്നും പിടിച്ചു കെട്ടി വെച്ചിട്ടില്ലല്ലോ. മൂപ്പര് പറയണേ എനിക്ക് ഇവിടെ നോൺ വെജ് അലൗഡ് ചെയ്യാൻ പറ്റില്ല. പുള്ളീന്റെ ഒരു എന്താ പറയാ ക്രൈറ്റീരിയ പറയണെങ്കിൽ എന്നാ എനിക്കിവിടെ ജോലി ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഓരോ എംപ്ലോയീസിന്റെ അവകാശം കൂടിയല്ലേ. എന്തിനു പുള്ളിക്ക് വേണ്ടി പണിയെടുക്കണം? വേറെ ജോലി നോക്കിയൂടെ? ഞാൻ പറയണത് ഇങ്ങനെ ഒരു ഇന്ത്യൻ പ്രസിഡന്റോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൺട്രിയുടെ ഒരു പ്രസിഡന്റ് ആയാൽ ഇയാളുടെ ഈ ഒരു ക്രൈറ്റീരിയ ഇയാൾ ഈ ജനതയോട് മൊത്തം കാണിക്കില്ല എന്നാണ് എന്റെ ചോദ്യം. അങ്ങനെ കാണിക്കാൻ പറ്റില്ലല്ലോ. ഒരു പ്രൈവറ്റ് സെക്ടറിൽ തീരുമാനിക്കുന്ന ഒരു രാജ്യത്തിന് തീരുമാനിക്കാൻ പറ്റില്ല. അല്ല, ഈ പ്രൈവറ്റ് സെക്ടറിൽ അയാള് ഒരു പ്രസിഡന്റിനെ പോലെയാണ്. അങ്ങനെയാണെങ്കിൽ ഇയാൾ ഇന്ത്യൻ പ്രസിഡന്റോ അല്ലെങ്കിൽ ഏതെങ്കിലും കൺട്രിയുടെ പ്രസിഡന്റ് ആയാലും അയാളുടെ ആ ഒരു റൂൾ ഇവിടെ കൊണ്ടുവരാൻ എന്തായാലും അയാൾ നോക്കും ശ്രമിക്കാം. ഓപ്പോസിറ്റ് അതിപ്പോ നമ്മള് നാസ്ഡേലി മാത്രം പോലല്ലോ ഡിക്റ്റേറ്റർഷിപ്പ് എല്ലാം നടക്കുന്നതൊക്കെ നടക്കുന്നുണ്ടല്ലോ. അത് ഡിക്റ്റേറ്റർഷിപ്പിലേക്ക് എത്താനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ 2014 തൊട്ട് 2023 വരെ അല്ല 24 വരെയുള്ള വലിയൊരു സ്ട്രാറ്റജി ഉണ്ട്. ആ സ്ട്രാറ്റജിക്ക് ഇംപ്ലിമെന്റ് ചെയ്താൽ ഡിക്റ്റേറ്റർഷിപ്പ് ഒക്കെ വരുത്താൻ പറ്റുള്ളൂ. പിന്നെ എനിക്ക് നോൺ വെജും വെജിന്റെ കേസ് പറയാനുണ്ട്. അതെ, അതാണ് എനിക്കും പറയാനുള്ളത്. അതായത് ഒരു നോൺ വെജിറ്റേറിയൻ ഒരു വെജിറ്റേറിയൻ രണ്ടിലും ഇവർ പറയണത്, അതായത് വെജിറ്റേറിയൻസ് പറയുന്നത് എന്താണ്, വി ആർ നോട്ട് ഹേർട്ടിങ് എനി വൺ എന്നാണ് വെജിറ്റേറിയനിൽ പറയുന്നത്. പക്ഷെ എനിക്ക് പറയാനുള്ളത് ഈ അടുത്തൊരു സയന്റിസ്റ്റ് ഒരു ആൾ കണ്ടുപിടിച്ചതാണ്. അതായത് ഈവൻ ദോ നമ്മൾ ഒരു ഇല പറിക്കുകയാണ്, ഇപ്പൊ ഇവിടുന്ന് ഫോക്കസ് ചെയ്ത് ഇവിടെ ഇപ്പൊ നമ്മൾ ഈ ഇല ഇങ്ങനെ പറിക്കുകയാണെങ്കിൽ ഈ ഇല പറിച്ചതിന് ഈ മരത്തിന് ഒരു ഫ്രീക്വൻസിയിൽ ഒരു സ്ക്രീം ഉണ്ട്, ഒരു കരച്ചിലുണ്ട്. അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരു കരച്ചിലുണ്ട് ആ മരത്തിന്. ഈ കരച്ചിൽ നമുക്ക് കേൾക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് അതിനെ വെജിറ്റേറിയൻ ആക്കാൻ പറ്റും? ഇറ്റ്സ് എ ലിവിങ് തിങ്. എന്ത് ഒരു നോൺ വെജിറ്റേറിയൻ അല്ലെങ്കിൽ ഞാൻ പറയാം ഒരു ഗോട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൃഗത്തിനെ കൊന്നിട്ട് അത് കരയണുണ്ട്, അതിന് വേദനയുണ്ട്, മരത്തിന് വേദനയില്ല എന്ന് പറയാൻ പറ്റും? നിങ്ങൾ എന്ത് പറയുന്നു? കമന്റ് ചെയ്യും. നിന്നോട് ചോദ്യം. എനിക്കതിലൊന്നും പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ ഞാനതിൽ അനുകൂലിക്കുന്ന ആളാണ്. കാരണം ഒരു ലിവിങ് ഓർഗാനിസത്തിനെ ഹേർട്ട് ചെയ്യരുത് എന്നുള്ള ഒരു ഒബ്ജക്റ്റീവിലാണ് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബുൾഷിറ്റാണ്. അത് വെറും മണ്ടത്തരമാണ്. കാരണം ഏതൊരു ലിവിങ് ഓർഗാനിസത്തിനും ലൈഫ് ഉണ്ട്. ഇപ്പൊ അത് പ്ലാന്റ്സ് ആയാലും എന്തിനായാലും ലൈഫ് ഉണ്ട്. അതിന് പ്ലക്ക് ചെയ്താൽ പോലും അതിന് ഹേർട്ടാവും. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് ഇതിൽ വർക്കൗട്ട് അല്ല. പിന്നെ ഹെൽത്ത് ബെനിഫിറ്റ് വെച്ച് നോക്കണമെങ്കിൽ അതിന്റെ വേറെ കുറെ കാര്യങ്ങളുണ്ടാവും. പറയുന്നത് ഈ വെജിറ്റേറിയനിലുള്ള പ്രോട്ടീനും ആനിമൽ പ്രോട്ടീനും രണ്ടും തന്നെയാണ്. ആനിമൽ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ വെജിറ്റേറിയൻസ് പറയുന്ന വലിയൊരു എക്സാമ്പിൾ വെച്ചാൽ ആനേന്റെ സൈസ് കണ്ടില്ലേ, ആന വെജിറ്റേറിയൻ ആണ്, ഗൊറില്ല വെജിറ്റേറിയൻ ആണ്. അതൊക്കെ ഒരു ബ്ലണ്ടർ എക്സാമ്പിൾസ് ആണ്. അവര് ആ ഫുഡ് കഴിക്കണമെന്നും പറഞ്ഞാൽ അവരുടെ ബോഡി നേച്ചർ അതാണ്. ഇപ്പൊ കാട്ടുപോത്താല് എന്തായാലും ബോഡി നേച്ചർ അതാണ്. അപ്പൊ അവര് കൺസ്യൂം ചെയ്യുന്ന ന്യൂട്രിയൻസ് അവരെ കൺസ്യൂം ചെയ്ത് നമുക്ക് കിട്ടാൻ അതിനുള്ള ദോഷങ്ങളുണ്ടാവും. ഇപ്പൊ വെജ് കഴിച്ചാൽ അതിനുള്ള ദോഷങ്ങൾ ഉണ്ടാവും. അപ്പൊ എപ്പോഴും എല്ലാം ബാലൻസ്ഡ് ആയിരിക്കണം. അതാണ് നമ്മള് മിനിമൽ കൺസംഷൻ ആയിരിക്കണം. അല്ലാണ്ട് ഒരു ലാഭത്തിനോ അല്ലെ കൊള്ള ലാഭത്തിനോ വേണ്ടിയിട്ട് ഒരു വർഗത്തെ അങ്ങനെ തന്നെ ചുട്ടരിച്ച് കൊല്ലുകയും അതിനെ അങ്ങനെ തന്നെ നമുക്ക് വേണ്ടി തിന്നു കൊടുക്കുകയും വേണ്ടിയിട്ട് കൊണ്ടു തരുന്നതല്ല ശരിക്കും. ആവശ്യമുള്ളവർക്ക് ഫുഡ് എത്തിക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് അനാവശ്യമായ ഫുഡ്
നശിപ്പിക്കുകയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ആ ഒരു ക്രീച്ചറിനെ ശരിക്കും ഒരു ഡിസാം ചെയ്യുന്ന പോലെയാണ്. അതൊക്കെ നമുക്ക് കുറയ്ക്കേണ്ടത് തന്നെയാണ്. ബേസിക്കലി നമ്മള് പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ഹ്യൂമൻ എന്തോ വലിയൊരു സംഭവം എന്നുള്ള ചിന്ത നമ്മളുടെ കയ്യിൽ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ വരുന്നത്. നമ്മളും പാർട്ട് ഓഫ് ദ നേച്ചറാണ്. ഇതൊക്കെ ഇങ്ങനെ ബാലൻസ്ഡ് ആണ്. ഏഹ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ കുറെ ഡയറി ഇപ്പൊ പശുക്കളും അങ്ങനത്തെ വെജിറ്റേറിയൻ ആനിമൽസ് കൂടിക്കഴിഞ്ഞാൽ സംഭവിക്കണമെന്ന് വെച്ചാൽ ഇവരുടെ ആകെയുള്ള ഒരു ദൗത്യമുള്ളൂ തിന്നുക എന്നുള്ളത്. ഉം. ഇവര് തിന്നോണ്ടിരിക്കും. ഇവര് പ്ലാന്റ്സ് ഇങ്ങനെ തിന്നോണ്ടിരിക്കും. ഈ പറഞ്ഞ പോലെ ഈ പോളിനേഷൻ എന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ ചെടികളൊക്കെ തിന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഹണി ബീസും പൂമ്പാറ്റകളൊക്കെ വന്ന് ഈ ഹണി എടുത്തു അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് നമ്മളുടെ ഈ കാടും മലകളൊക്കെ, അതായത് ഓരോ ക്രീച്ചേഴ്സിനും ഇവിടെ അവരുടേതായ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഉം. ഇതൊക്കെ ബാലൻസ്ഡ് ആയി പോകണം. എപ്പോഴും ഒരു വിഭാഗം കൂടുമ്പോഴത്തേക്കും അവരുടെ പോപ്പുലേഷനും ബാലൻസ്ഡ് ആവും. ഇവിടെ ശരിക്കും പോപ്പുലേഷൻ കൂടി വൾഗറായി നിൽക്കുന്നത് മനുഷ്യന്മാരാണ്. ഒരു കൈയും കണക്കൂലാണ്ട് പെരുകി നിൽക്കണേണ്. അപ്പൊ സംഭവിക്കണമെന്ന് വെച്ചാൽ ഇത്രയും മനുഷ്യന്മാർ ഇവിടെ ഉള്ളപ്പോ അത്രയും റിസോഴ്സസും അവൈലബിൾ ആയിരിക്കണം. Yes. അപ്പൊ ഇവർ ഈ റിസോഴ്സസ് ഇങ്ങനെ എക്സ്ട്രാക്ട് ചെയ്ത് ഈ ലോകം മൊത്തത്തിലൊരു അവിഞ്ഞ വട്ടില് ഒരു സ്ഥലത്ത് എത്തുമ്പോഴത്തേക്ക് നേച്ചർ വിൽ റെസ്പോണ്ട് എന്ന് പറയണ പോലെ പൊട്ടിത്തെറിക്കും. അതുള്ളതാണ്. ഓക്കെ.